ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ ഇപ്രകാരം ഒരു ബുക്കിൽ വായിക്കുകയുണ്ടായി. ജപ്പാനിൽ ഒരു അനാഥശാല പാവപ്പെട്ടവരെ സഹായിക്കുകയും അനാഥരായവരെ അവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കുവാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു നല്ല അനാഥശാല. ആ അനാഥശാലയിൽ അന്തേവാസികൾ കൂടിക്കൂടി വന്നു. അവരാഗ്രഹിച്ചു അനാഥശാലയുടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, ഒന്ന് വികസിപ്പിക്കണം. പക്ഷേ അനാഥശാലയുടെ മുന്നിലൂടെ ഒരു റോഡ് പോകുന്നു, ഇരുവശങ്ങളിലൂടെയും മറ്റ് 2 റോഡുകൾ പോകുന്നു. പിറകിലായിട്ട് വലിയൊരു മലയുടെയും പിറകിൽ ഒരു സമുദ്രം. ഇതായിരുന്നു അവരുടെ ആ ഒരു സ്ഥിതി. അതുകൊണ്ട് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതകളില്ല മാനുഷികമായി നോക്കിയാൽ. പക്ഷേ ആ അനാഥശാല നടത്തിപ്പുകാരും അവിടെ വിശ്വാസികളായിട്ടുണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ വീണുപോകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അവിടെയുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥന ശക്തമാക്കി അവർ. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം നടന്നു. ആ ജപ്പാൻ ഗവൺമെൻറ്, പൊതുവെ ജപ്പാനിൽ കരപ്രദേശം, അതായത് ഭൂമി, കരയായി കിടക്കുന്ന ഭൂമി കുറവാണ്. അതുകൊണ്ട് ഗവൺമെൻറ് സമുദ്രത്തിൽ താഴ്ച കുറവുള്ള ഭാഗത്തേക്ക് തൊട്ടടുത്തുള്ള മലയും മണ്ണുമെല്ലാം ഫില്ല് ചെയ്ത് കരപ്രദേശം കൂടുതൽ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരു പതിവുണ്ട്. ജപ്പാൻ ഗവൺമെൻറ് ആ മല മുഴുവൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി സമുദ്രത്തിൻ്റെ അങ്ങോട്ട് ഒരു അതിര് വെച്ച് കെട്ടി അവിടെയെല്ലാം കരഭൂമിയാക്കി. അങ്ങനെ ഈ അനാഥശാല എക്സ്പാൻഡ് ചെയ്യുവാൻ ഇടയായി എന്ന് ഞാൻ വായിക്കാനിടയായി. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ വ്യാപരിച്ച ആ ഒരു സത്യം എന്താണ്? പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ മുന്നിൽ ഏതെല്ലാം വലിയ പർവ്വത സമാനമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കേണ്ടവനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നമുക്ക് ഇതിനെ ആസ്പദമാക്കി തന്നെ ഈ ഒരു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള ആ ഒരു ദൈവീക സന്ദേശത്തെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വിഷയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം എന്നുള്ളതല്ല, അതൊരു നിത്യസത്യമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം സന്തോഷം എന്നുള്ളതാണ്. സന്തോഷം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ സന്തോഷം വരുമെന്നുള്ള ആ ഒരു ദൈവിക സത്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ ഇവിടെ മറിഞ്ഞിരിക്കുന്ന വലിയൊരു സത്യമുള്ളത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ എന്നുള്ള സത്യമാണ്. പ്രാർത്ഥനകളുണ്ട് ഇല്ലേ? ഇന്ന് മനുഷ്യർ എവിടെ ചെന്നാലും പ്രാർത്ഥിക്കും. ഒരു സ്ഥലം കണ്ടാൽ അവിടെ പ്രാർത്ഥിക്കും, അപ്പുറം പ്രാർത്ഥിക്കും, ഇപ്പുറം പ്രാർത്ഥിക്കും. വേണമെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് പൈസ ഇടും, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. എങ്ങനെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കാരണം 100 ആവശ്യങ്ങളല്ലേ മനുഷ്യ ജീവിതത്തിൽ. ഏതെല്ലാം ആവശ്യങ്ങൾ! ഓരോരുത്തരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നാമും ഒരുപക്ഷെ കരഞ്ഞു പോകും. അത്രത്തോളം പ്രതിസന്ധിയിലാണെന്ന് മനുഷ്യർ കഴിയുന്നത്. പണമില്ലാത്തവർ മാത്രമല്ല, പണമുള്ളവരും, വിദ്യാഭ്യാസമില്ലാത്തവർ മാത്രമല്ല, വിദ്യാഭ്യാസമുള്ളവരും, സമൂഹത്തിൽ ഏത് നിലയിലുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് കുടുംബങ്ങൾ വലഞ്ഞു കഴിയുന്നു. പ്രശ്ന സങ്കീർണമായ ഒരു ലോകത്തിലാണ് നാം കഴിയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പ്രാർത്ഥനയിലൂടെ ഒരു മറുപടി കിട്ടുമെന്നുള്ളതായ ചിന്തയിൽ എവിടെ കണ്ടാലും അവിടെ പോയി പ്രാർത്ഥിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ. വാസ്തവമായി ദൈവിക മറുപടി കിട്ടുകയുള്ളൂ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, 23-ാം വാക്യം 16-ാം അധ്യായം, കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. സ്വർഗീയ പിതാവാം ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. ഇത് യേശുക്രിസ്തു തന്നെ പറഞ്ഞു. പക്ഷേ പിന്നെ കർത്താവ് സത്യം പറഞ്ഞ എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, നിങ്ങൾ വേറെ നാമത്തിലാണ് അന്വേഷിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏതൊരു നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്നുള്ള നിത്യസത്യം വേദപുസ്തകത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പലരും പ്രശ്നം വരുമ്പോൾ തെക്കോട്ടോടും വടക്കോട്ടോടും പടിഞ്ഞാട്ടോടും കിഴക്കോട്ടോടും. അല്ല പ്രിയരെ, നിങ്ങൾ ഓടേണ്ട. സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട്, കർത്താവായ യേശുക്രിസ്തു. ആ പർവ്വതമാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വചനം കേൾക്കാൻ പോകണ്ടെന്നോ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വാസ്തവമായി പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലോ മറ്റേതെങ്കിലും ഊമവിഗ്രഹങ്ങളിലോ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത് യേശുക്രിസ്തുവിലാണ്. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇത് ഏതാനും ചില വ്യക്തികളുടെയോ കുറേ ആളുകളുടെയോ മാത്രം അനുഭവമല്ല, അനേകായിരങ്ങളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ കുടുംബം വലിയ കെടുതിയിൽ കഴിഞ്ഞൊരു കുടുംബമാണ്. നശിച്ച കുടുംബമായിരുന്നു, തകർന്ന കുടുംബമായിരുന്നു, നശിച്ചുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു, തകർന്ന് തരിപ്പണമായി പോയ കുടുംബമായിരുന്നു. അനേക ഭ്രാന്തന്മാരുള്ള കുടുംബം. തലമുറകളായി ഭ്രാന്തിൻ്റെ ബാധ ഒരു വശത്ത്, വേറൊരു വശത്ത് പട്ടിണി, ആഹാരത്തിന് മാർഗമില്ല, വസ്ത്രത്തിന് മാർഗമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്നും നിരാശയുടെ നെറുവീർപ്പുകൾ മാത്രം. അങ്ങനെ തകർന്ന് തരിപ്പണമായി പോയ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം കിട്ടാൻ ഞങ്ങൾ എവിടെയെല്ലാം പോയി, ആരോടെല്ലാം പ്രാർത്ഥിച്ചു. പള്ളികൾ മുഴുവൻ പോയി പ്രാർത്ഥിച്ചു, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മന്ത്രവാദം നടത്തി, അവിടെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് കരുതി. എന്നാൽ ഞങ്ങളെ സഹായിപ്പാൻ അതിനൊന്നിനും കഴിഞ്ഞില്ല. എന്നാൽ ഭാഗ്യവശാൽ എൻ്റെ അമ്മയ്ക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പോകാനിടയായി. ദൈവ സാന്നിധ്യമുള്ള രംഗത്ത് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു മറുപടി കൊടുത്തു, യേശു സമാധാനം കൊടുത്തു. തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരം പ്രവർത്തിച്ചു. ആ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതുവരെയും ഞങ്ങൾ ക്രിസ്ത്യാനികളായി ജനിച്ചവരായിരുന്നുവെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അവിടെയും ഇവിടെയും എവിടെയെല്ലാം ഓടി നടക്കുന്നവരായിരുന്നു. ആരോട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും, എങ്ങനെയും പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടിയാൽ മതി, അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ മറുപടി കിട്ടാതെ ഓരോ ദിവസവും താണു പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നു. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്നുള്ള സത്യം ഞങ്ങളുടെ ഹൃദയപ്പലകമേൽ കർത്താവ് എഴുതി തന്നു. വിശ്വാസം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന ക്ഷേമം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അവകാശം പറയുന്നില്ല പ്രിയപ്പെട്ടവർ. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ പകർന്നു വന്ന ആ വലിയ മാനസിക രോഗത്തിൻ്റെ ഭ്രാന്തിൻ്റെ ബാധ എന്നേക്കുമായി കർത്താവ് മാറ്റി. കഴിഞ്ഞ 45 വർഷത്തോളമായി ഞങ്ങളുടെ പിതാവ് ഉൾപ്പെടെ ഈ ബാധയിൽ നിന്ന് മാറ്റം വന്ന് ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ 4 തലമുറകളുണ്ട്, ഒരു ബാധയുമില്ല. കർത്താവിന് സ്തോത്രം. ഒരു പ്രയാസവുമില്ല. മനസ്സിൽ നല്ല തെളിമ തന്നു, മനസ്സിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നു. രക്ഷ സ്വന്തമായി അനുഭവിക്കുന്നവരാണ് ഈ 4 തലമുറകളും. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനം അനുഭവിക്കുന്നു. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം വരുമ്പോഴും ഞങ്ങൾ യേശുവിനോട് പറയും, ഒരപ്പനോട് മകൻ പറയുന്നത് പോലെ. അതാണ് ദൈവിക ബന്ധം, അതാണ് ക്രിസ്തീയ ബന്ധം. അങ്ങങ്ങ് എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമായിരിക്കുമോ? നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും മുഖാന്തരമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. അല്ല മകനെ, പ്രിയ മകളെ, നീ നിൻ്റെ വീട്ടിൽ മുഴങ്കാൽ മടക്കി യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുമെന്നുള്ളത് മറ്റാരും പറഞ്ഞിട്ടല്ല, നിൻ്റെ സ്വന്തം അനുഭവമാക്കി കർത്താവ് തരും. സ്വന്തം അനുഭവം. അതെന്തൊരു സുഖമാണ്.
അതെന്ത് സന്തോഷമാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലെന്ത്, എനിക്ക് യേശു ഉണ്ടല്ലോ, എൻ്റെ യേശുവിനോട് എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ, യേശു എൻ്റെ സ്വന്തമാണല്ലോ, യേശു എല്ലാം അറിയുന്നല്ലോ എന്നുള്ള ഉറപ്പ്, അതാണ് ജീവിതത്തിൻ്റെ കെട്ടുറപ്പ്. ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞിട്ടൊന്നും അല്ല നമുക്ക് കെട്ടുറപ്പ് കിട്ടുന്നത്. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിൽ പോകുമ്പോഴും ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പും നിർണയവുമാണ് വാസ്തവമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഉറപ്പും നിർണയവും. എൻ്റെ പ്രിയരെ, അത് ആർക്കും കിട്ടും. ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. ഇന്നീ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും കിട്ടും. മോനെ, നിനക്ക് കിട്ടും. യൗവനക്കാരാ, നിനക്ക് കിട്ടും. പ്രിയ മകളെ, നിനക്ക് കിട്ടും. പ്രിയ വാർദ്ധക്യത്തിലെത്തിയ പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾക്കും കിട്ടും. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെല്ലാം, നിങ്ങൾ ഓമനിച്ചു വളർത്തിയ മക്കളെല്ലാം നിങ്ങളെ കൈവിട്ട് ഒരുപക്ഷെ അനാഥാലയത്തിലോ മറ്റ് ഏതെങ്കിലും രംഗത്തോ ആയിരിക്കാം നിങ്ങൾ കഴിയുന്നത്. പക്ഷേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾക്കും കിട്ടും. ഈ സമാധാനം കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. പൂർണ്ണമായ സന്തോഷം തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവുണ്ട്. കുറച്ച് സന്തോഷമല്ല, പൂർണ്ണ സന്തോഷം. അതാണ് യഥാർത്ഥ സാറ്റിസ്ഫൈഡ് ലൈഫ്. ഹല്ലേലൂയ. ഈ സന്തോഷം തരാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമോ പ്രിയരെ ഈ സന്തോഷം? നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, പണം മുടക്കണ്ട. നിങ്ങളുടെ എളിയ ജീവിതം, തകർന്ന ജീവിതം, പ്രിയമകനെ, പ്രിയമകളെ, നിൻ്റെ രോഗഗ്രസ്തമായ ജീവിതം, തകർന്ന് തരിപ്പണമായി പോയ നിൻ്റെ ജീവിതം കൊടുക്കൂ യേശുവിൻ്റെ കയ്യിലേക്ക്. യേശു അത് പുതുക്കും, സന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ചുയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഞങ്ങളുമായി ഏതെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.